കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹവാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾ നാളെ സ്കൂളിൽ വെച്ച് 10ാം ക്ലാസിന്റെ പരീക്ഷ എഴുതും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വിദ്യാർത്ഥികൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കും. വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ വാർഡിലാണ് നിലവിലെ വിദ്യാർത്ഥികളുള്ളത്. രാഹുൽ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ. SKN ഈ ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികളും വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ സെന്ററിലാണ് നിലവിലുള്ളത്. പക്ഷേ നാളെ SSLC പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. 5 വിദ്യാർത്ഥികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ഈ സ്കൂളിൽ എത്തിച്ച് തന്നെ ഈ 5 പേരെയും പരീക്ഷ എഴുതിക്കാനാണ് നിലവിലെ തീരുമാനം. വലിയ പ്രതിഷേധ സാധ്യത നിലവിലുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെയും ഈ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണയിൽ പരീക്ഷ എഴുതിക്കാനാണ് നിലവിലെ തീരുമാനം. വെള്ളിമാട് കുന്ന് ഈ ഒബ്സർവേഷൻ സെന്ററിൽ നിന്നും പോലീസിന്റെ സുരക്ഷയോടുകൂടിയായിരിക്കും 5 വിദ്യാർത്ഥികളെയും നാളെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കുക. അതിനുശേഷം പോലീസ് സുരക്ഷയോടെ പരീക്ഷ എഴുതിക്കും. അതേ പോലീസ് സുരക്ഷയോടെ തന്നെ തിരികെ ഈ ഒബ്സർവേഷൻ സെന്ററിലേക്ക് തിരികെ എത്തിക്കുന്ന നിലയിലാണ് നിലവിലെ ക്രമീകരണം. നാളെ മുതൽ പരീക്ഷ ആരംഭിക്കുന്നു. ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്തവണത്തെ SSLC പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് പോലീസ് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പരീക്ഷ എഴുതിക്കാനാണ് നിലവിലെ തീരുമാനം. അതോടൊപ്പം തന്നെ വലിയ ഭാവിയെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ കൂടെ ഇല്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. അവന് കുറേയേറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ചാണ് മുഹമ്മദ് ഷഹബാസ് നമ്മളോടെല്ലാം വിട പറഞ്ഞ എന്ന ദുഃഖകരമായ കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കുകയാണ്. ഷഹബാസിനെ കൊന്നുതള്ളിയ ഈ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ അവർ ആദ്യം ആലോചിക്കേണ്ട ഇതുപോലൊരു കുട്ടി അടുത്ത ബെഞ്ചിലിരുന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ടതായിരുന്നു എന്നുള്ള കാര്യം. കാരണം അത്ര മൃഗീയമായ രീതിയിലാണ് അവനെ കൊലപ്പെടുത്തിയത്. ഈ കുട്ടികൾ അവരൊരു മാപ്പും അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരിൽ ചില ആളുകളൊക്കെ വളർന്ന പശ്ചാത്തലമൊക്കെ ഈ ഗൂണ്ടായിസിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവരുടെ വീട്ടിലെ ചില ആൾക്കാരുടെ പടങ്ങളൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ തന്നെ ഈ ഗുണ്ടായിസോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്ന് കൂടി മനസ്സിലാക്കുന്നു. ഒരു വീട്ടിൽ ഒരു അമ്മയും അച്ഛനും ഇരുന്ന് കണ്ണീർ വാർക്കുന്ന സമയത്താണ് ഈ 5 കുട്ടികളും 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്ന കാര്യം മറന്നുകൂടാ. അത് അവരുടെ അവകാശമായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു കുട്ടി പരീക്ഷ എഴുതേണ്ട ആളായിരുന്നു എന്ന കാര്യം മറന്നുകൂടാ.